എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയില പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 അയില 8 കഷ്ണമാക്കിയിട്ട് നല്ലപോലെ വരഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്കൊരു മസാല ഉണ്ടാക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ നാളികേരം ചിരുവിയത്, പിന്നെ ഒരു 5-8 ചുവന്നുള്ളി, ഒരു 6 വെള്ളുള്ളി, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞാൽ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് വലിയ ജീരകം കഴുകി എടുത്തത്, അതിലേക്ക് അല്പം കുരുമുളക്, ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കണം. ഒരുവിധം നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതുപോലെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. ഈ അരപ്പ് നമ്മൾ ആ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3/4 സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം മൈദ അല്പം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുറി ചെറുനാരങ്ങ നീര്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എനിക്ക് മുളക് പൊടി പോരാ തോന്നിയതുകൊണ്ട് ഒരു 1/4 സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 1 സ്പൂൺ മുളക് പൊടി, 8 കഷ്ണം മീനാണ്. അപ്പോൾ ഇതിൻ്റെ മസാല കറക്റ്റായിട്ട് വരും. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതിൽ മൈദയൊന്നും അധികം ചേർക്കുന്നില്ല. ആ അരിപ്പൊടി തന്നെ ചേർത്തുകൊണ്ട് നമുക്ക് നല്ലൊരു തരിതരിപ്പായിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ചുകൂടി ആ തേങ്ങ അരച്ച മിശ്രിതമുണ്ട്, അതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ആ മീൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ മസാല പെട്ടെന്നൊന്നും അതിലേക്ക് പിടിക്കാത്ത മാതിരി തോന്നും. കാരണം നമ്മളെ പൊടികൾ, അതായത് മൈദ കുറച്ചായതുകൊണ്ട്, മൈദ കോൺഫ്ലവർ കൂടുതലുണ്ടെങ്കിൽ പേസ്റ്റായിട്ട് കിടക്കും. പക്ഷേ അത് പുറം പൊരിഞ്ഞ് പെട്ടെന്ന് ഇതായി കിട്ടും. ഇങ്ങനെയാകുമ്പോൾ ഒരു തരിതരിപ്പം, നല്ലൊരു ക്രിസ്പിനെസ് ടേസ്റ്റും ഉണ്ടാവും. അരിപ്പൊടിയും തേങ്ങയും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഈ മസാല കൂട്ടി നമ്മളൊരു അരമണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾക്ക് അരമണിക്കൂറോ 1 മണിക്കൂർ വെച്ചാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ആ മീനുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മസാല ഇങ്ങനെ തേച്ച് വേണം ഇടാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിം ആവരുത്. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന മാതിരി അടിഭാഗം ഉള്ള മസാല ഫുള്ളായിട്ട് ചേർത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതേ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം ഇതുപോലെ പൊരിക്കുക. പിന്നെ അതിൻ്റെ മേലെ മസാല പിടിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ആ മീനിൻ്റെ അടിഭാഗം ഒന്ന് മൊരിയുന്നവരെ നമ്മൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേ ആ മസാല അതിലേക്ക് ചേർന്ന് പിടിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് ഇളകിപ്പോവും. ഇപ്പോൾ കണ്ടില്ലേ, ഈ മസാല അടിഭാഗം നമ്മൾക്ക് വീഡിയോയിൽ കാണാൻ കറക്റ്റായിട്ട് അതിലേക്ക് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. എല്ലാ മീനിൻ്റെയും അതൊന്ന് ഇളകിപ്പോയിട്ടേ ഇല്ല. കാരണം നമ്മളത് അങ്ങനെ ചെയ്താൽ ഇളകിപ്പോവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നമ്മൾ അടിഭാഗം മൊരിയുന്നത് വരെ അതേ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പോൾ മറ്റ് ഭാഗവും നമ്മൾ അതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടില്ലേ, മറ്റ് ഭാഗം അതേമാതിരി കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നപ്പോൾ ഒന്നുകൂടി ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കി അങ്ങനെ. ഇനിയിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണയെല്ലാം വറ്റി വന്നിട്ടുണ്ട്, മസാലയൊക്കെ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 5-6 കരിവേപ്പില വെറുതെ നല്ല ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ 2 വശവും നല്ല പോലെ മൊരിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി അത് ഓരോന്നായിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അരിപ്പൊടിയും തേങ്ങയും എല്ലാം ചേർത്തുകൊണ്ട് നല്ലൊരു ക്രിസ്പിനെസ്സും നല്ല തരിതരിപ്പായിട്ട് നമ്മൾ കഴിക്കാൻ പറ്റും.
അപ്പോൾ എൻ്റെ ഈ അയില ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് ആ ചോറിൻ്റെ കൂടെ ഈ ഫ്രൈ തന്നെ മതിയാവും. അതിൻ്റെ അല്പാൽപ്പം പൊടിയും അതിൻ്റെ മേലുള്ള പൊടികളൊക്കെ ചേർത്ത് തന്നെ നമ്മൾക്കിത് കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു പരിപ്പ് കറി കൂടി ഉണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.